നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? ഇന്നത്തെ വീഡിയോ കാണാൻ എത്ര പേര് തയ്യാറായിട്ടിരിപ്പുണ്ടായിരുന്നു? അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണാൻ തയ്യാറായിട്ടുള്ളവരൊക്കെ ഇപ്പം തന്നെ ഐ ആം റെഡി എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ കൂടി പവർ ഉപയോഗിച്ചാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത്. അതായത് നമ്മളൊരു കമൻറ്റ് ചെയ്യുമ്പം ഐ ആം റെഡി എന്ന് പറയുമ്പം നമ്മളൊരു എഴുതുകയും കൂടെ ചെയ്യുമ്പം നിങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും തയ്യാറായി എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എല്ലാവരും മടി കൂടാതെ ഐ ആം റെഡി എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ തമ്പിനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു വാക്ക് നിങ്ങൾ മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വാക്ക് സംസാരിക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവിതം മാറുമെന്ന്. ആ വാക്കെന്ന് പറയുന്നത് നാളെ എന്ന വാക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കഥയിലൂടെ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ദിവസം ഒരു അവധിക്കാലത്ത് ഒരു ഗുരുവും കുറച്ച് ശിഷ്യന്മാരും കൂടെ പ്രകൃതിയൊക്കെ ഒന്ന് സന്ദർശിക്കാൻ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയില്ലേ, കുട്ടികളുമായിട്ടൊക്കെ പണ്ടത്തെ കാലത്ത് ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് ഗുരുക്കന്മാരിങ്ങനെ പ്രകൃതിയൊക്കെ സന്ദർശിക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ അവരെ കാണിച്ച് പ്രകൃതി കാണിച്ച് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് അവരിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗുരുവും കുറച്ച് ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം നടന്നു പോകുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു ചെരുപ്പ് കുത്തുന്ന ഒരാളെ കണ്ടു കേട്ടോ. അപ്പോൾ അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. ഉറങ്ങി ഇങ്ങനെ നിരാശപ്പെട്ട് കിടന്നുറങ്ങുന്ന ഒരു വയ്യാത്ത ക്ഷീണം പിടിച്ച പോലെ. അപ്പോൾ അദ്ദേഹം ഗുരു എപ്പോഴും കണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം ഈ ഗുരു ചെന്നിട്ട് തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, എന്തു പറ്റി, എന്താണ് ഇപ്പം ചെരുപ്പ് കുത്തുന്ന ജോലിയൊന്നും കാര്യമായിട്ടില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഗുരു, ഞാൻ കിടന്നുറങ്ങുകയായിരുന്നു, ഭയങ്കരമായ ക്ഷീണം, ഒരു വല്ലാഴിക, എനിക്കിപ്പം കാര്യമായ രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നില്ല. ഇപ്പം സ്കൂൾ അവധിക്കാലമായതുകൊണ്ട്, അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ അവധിക്കാലമായതുകൊണ്ട് കൂടുതൽ കുട്ടികളൊന്നും ചെരുപ്പ് അങ്ങനെ തുന്നാനായിട്ട് വരുന്നില്ല. അപ്പോൾ എനിക്ക് വരും, 1-2 പേരൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കാര്യമായിട്ട് എൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് ഭയങ്കരമായ ക്ഷീണം, കുറച്ചു നേരം കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞേ. അപ്പം ഗുരു മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ക്ഷീണം പിടിക്കാൻ കാരണം അദ്ദേഹത്തിന് കച്ചവടമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലിയിൽ കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലുള്ള ആ ഒരു നിരാശ കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ കിടന്നുറങ്ങണം, അലസത മനോഭാവം അന്നേരം തന്നെ ഗുരുവിന് മനസ്സിലായി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് ഈ ഗുരുവും ശിഷ്യന്മാരും കൂടെ നടന്നു പോയേ. അപ്പോൾ കുറച്ച് നടന്നു പോകുന്ന സമയത്ത് ഒരു കുട്ടിയെ കണ്ടു. അതായത് ഈ ഗുരു പഠിപ്പിക്കുന്ന മറ്റൊരു കുട്ടിയെ, ആ കുട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് കളിച്ച് നടക്കുന്നു. അപ്പം ആ കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഗുരു പറഞ്ഞു, പരീക്ഷയ്ക്ക് കൃത്യമായ രീതിയിൽ കുട്ടി ആൻസർ ഒന്നും ചെയ്തിട്ടില്ല, അപ്പം കാര്യമായ മാർക്കൊന്നും ഇല്ലല്ലോ, ഞാൻ വാല്യുവേഷൻ അല്ല, അതായത് മാർക്ക് നോക്കി ഞാൻ ശരിയായ രീതിയിൽ വാല്യുവേഷനൊക്കെ കഴിഞ്ഞു, അപ്പം അല്ലെങ്കിൽ മാർക്ക് ഇടുന്ന ആ ഒരു പരീക്ഷയുടെ പേപ്പർ നോക്കിക്കഴിഞ്ഞു, അപ്പം കുട്ടിക്ക് കാര്യമായ മാർക്കൊന്നും ഇല്ലല്ലോ, അതെന്തു പറ്റി, പഠനത്തിൽ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇല്ല ഗുരു, എനിക്ക് ഈ വർഷം എനിക്ക് കാര്യമായ രീതിയിൽ എനിക്ക് പഠിക്കാൻ പറ്റിയിരുന്നില്ല, ഞാൻ അതുകൊണ്ട് അടുത്ത വർഷം മുതൽ ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ആ ഗുരു ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ അവധിക്കാലത്ത് അവന് കളിച്ച് നടക്കും, അവൻ എപ്പോഴും ചിന്തിക്കുന്നത് പാഠഭാഗങ്ങൾ ഒന്നുകൂടെയും അല്ലെങ്കിൽ അക്ഷരങ്ങളൊന്ന് കൃത്യമായി പഠിക്കാനോ കഴിഞ്ഞ പാഠഭാഗങ്ങളൊന്ന് കൃത്യമായി ഒന്ന് മറന്നു പോകാതെ ശ്രദ്ധിക്കാനോ ഒന്നും ആ കുട്ടി തയ്യാറാകുന്നില്ല. ആ കുട്ടി അന്നേരവും പറഞ്ഞത്, അടുത്ത വർഷം ഞാൻ നന്നായിട്ട് പഠിച്ചോളാം, അല്ലെങ്കിൽ അടുത്ത വിദ്യാരംഭം മുതൽ ഞാൻ നന്നായിട്ട് പഠിച്ചോളാം എന്നാണ് ആ കുട്ടിയും പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് നടന്നു ചെന്നപ്പോഴത്തേനും ഗുരുവും ശിഷ്യന്മാരും ഒരു കർഷകനെ കണ്ടു. കർഷകനെ കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ പാടമെല്ലാം ഭയങ്കര കാട് കയറി, അദ്ദേഹം കൃഷിയിൽ യാതൊരു ശ്രദ്ധയും ഇല്ലാന്ന്, അല്ലെങ്കിൽ കൃഷിയെ ഇപ്പം ശ്രദ്ധിക്കുന്നില്ല എന്ന് ഗുരുവിന് മനസ്സിലായി. അപ്പം ഈ കർഷകൻ അവിടെ ഒരു മതിലിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. അപ്പം ഗുരു വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി, ഇതുപോലെ കൃഷിസ്ഥലമെല്ലാം വളരെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കണ്ടിട്ടില്ലല്ലോ, കൃഷിയൊന്നും ചെയ്യുന്നില്ലേ ഇപ്പം? അപ്പം ആ കൃഷിക്കാരൻ പറഞ്ഞു, ഇല്ല ഗുരു, എനിക്ക് കൃഷിയിൽ വളരെ അങ്ങനെ വലിയ നേട്ടമൊന്നും ഈ വർഷം കിട്ടിയില്ല, കാര്യമായിട്ട് കിട്ടിയില്ല, ഞാൻ ആഗ്രഹിച്ച പോലെ വിളവെടുപ്പൊന്നും നടന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത വർഷം തൊട്ട്, അല്ലെങ്കിൽ മഴക്കാലം തുടങ്ങുമ്പം കൃഷി ചെയ്യാമെന്ന്. ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കാട് കയറി കിടക്കുകയാണ്, ഇനി എല്ലാം വൃത്തിയാക്കണം, എന്തായാലും അത് കുറച്ച് ദിവസങ്ങൾ എടുക്കും, കുറച്ച് നാൾ കൊണ്ടേ അത് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നത് അടുത്ത വർഷത്തേന് നമുക്ക് കൃഷി കാര്യമായ രീതിയിൽ ചെയ്യാവുന്നതാണ്.
അപ്പം ഗുരു ഈ ഇത്രയും 3 പേരുടെ കാര്യങ്ങൾ കേട്ടിട്ട് ഈ ഗുരുവും ശിഷ്യന്മാരും മുമ്പോട്ട് നടന്നു. അപ്പം ഗുരു കാര്യമായ രീതിയിൽ ചിരിക്കുന്നു. അപ്പം ഒരു ശിഷ്യൻ ചോദിച്ചു, എന്താണ് ഗുരു കാര്യമില്ലാതെ, പ്രത്യേകിച്ചൊന്നും നമ്മൾ സംസാരിച്ചില്ലല്ലോ, എന്ത് പറ്റി പെട്ടെന്നൊരു ചിരി, എന്താണ് ഗുരു ഞങ്ങളോടും കൂടെ കാര്യം പറ, എന്താണ് ചിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് ചോദിച്ചു. അപ്പം ഗുരു പറഞ്ഞു, ഈ 3 പേരെ നമ്മളിപ്പം കണ്ടല്ലേ, നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ 3 വ്യക്തികളെ കണ്ടു. അവരോടൊക്കെ സംസാരിച്ചപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അവരെല്ലാവരും 1 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ പിന്നത്തെ കാര്യങ്ങളാണ് അവർ ചിന്തിച്ചുകൊണ്ട് ഇപ്പം അലസത മനോഭാവത്തിലിരിക്കുന്നത്. അതായത് പിന്നീടുള്ള കാര്യങ്ങളെ പറ്റിയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. ഇതൊക്കെ നടക്കുമെന്ന് അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ആ സമയത്ത് നടത്തിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ശിഷ്യന്മാരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും നടക്കാത്ത കാര്യമാണ് കേട്ടോ അത്. കാരണം ഇപ്പം അവർ അതിനുവേണ്ടി യാതൊരു വർക്കും ചെയ്യുന്നില്ല. കാരണം കൃഷി അടുത്ത വർഷത്തേന് നല്ല രീതിയിൽ വിളവെടുക്കണം എന്നുള്ളവർ ഈ വർഷം ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കൃഷിസ്ഥലത്തെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അതിന് ചെറിയ വളങ്ങളൊക്കെ ഇട്ട് അല്ലെങ്കിൽ ജൈവ വളങ്ങളൊക്കെ ചെയ്ത് അതൊന്ന് പരിപാലിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലേ. ഉള്ള കൃഷി ചെറിയ രീതിയിലെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു കാടുകൾ വെട്ടി നികത്തി അടുത്ത വർഷം എനിക്ക് ചെയ്യാനുള്ളതാണ് എന്ന ഒരു തയ്യാറെടുപ്പോടു കൂടി അതിനെ കൊണ്ടുപോകാനൊക്കെ ഒരു ജോലിയിൽ ചെറിയ ചെറിയ സ്റ്റെപ്പെങ്കിലും ചെയ്തു വെക്കും അല്ലേ. ഇത് യാതൊന്നുമില്ലാത്ത അലസതാ മനോഭാവം അവിടെ കാണുന്നു. അതുപോലെ തന്നെ ആ ചെരുപ്പ് തുന്നുന്ന ആള് കിടന്നുറങ്ങുകയാണ്. അദ്ദേഹം നല്ലൊരു പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ഇന്നത്തെ ജോലിയിൽ പോലും അദ്ദേഹം ചെറിയൊരു സമയം പോലും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു കിടന്നുറങ്ങുന്ന ഒരു വ്യക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നടന്നു പോകുന്നു, അപ്പം നമ്മളുടെ ചെരുപ്പ് പൊട്ടി, നമ്മൾ നോക്കുമ്പം ഒരു ചെരുപ്പ് തുന്നുന്ന ആള് കിടന്നുറങ്ങുകയാണ്. അപ്പം നമ്മൾ എന്താ വിചാരിക്കുക? ഉറപ്പായിട്ട് നമ്മൾ അയാളുടെ അടുത്ത് പോവോ? ഇല്ലല്ലേ, നമ്മൾ അടുത്ത സ്ഥലം നോക്കി പോകും. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ക്ഷീണമായിരിക്കും അല്ലെങ്കിൽ അയാൾ കിടന്നുറങ്ങുകയാണ്. എന്തോ ഒരു അലസതാ മനോഭാവം, നമുക്ക് അങ്ങോട്ട് നമ്മളുടെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തരാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് നമ്മളുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവും അല്ലേ. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ. അതുപോലെ തന്നെയാണ് ആ കുട്ടിയുടെ കാര്യത്തിലും. ആ കുട്ടി കഴിഞ്ഞ പാഠഭാഗങ്ങൾ മാർക്കില്ല. ആ കുട്ടിക്ക് തന്നെ അറിയാം ഞാൻ കാര്യമായ രീതിയിൽ പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പം ആ കഴിഞ്ഞ പാഠഭാഗങ്ങളൊന്ന് റിവൈസ് ചെയ്യാനോ അതിനെപ്പറ്റി ഒന്ന് പഠിക്കാനോ ഒന്നും തയ്യാറാകാതെ അടുത്ത വർഷം ഞാൻ നല്ലതായിട്ട് പഠിച്ചോളാം എന്ന് പറഞ്ഞ് അലസ മനോഭാവത്തോടു കൂടി കളിച്ച് നടക്കുകയാണല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അടുത്ത വർഷം ആ കുട്ടിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളത്? ഇല്ലല്ലേ, ഒരിക്കലും ഇല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ കാര്യവും. നമുക്ക് 1 വർഷത്തിന് ശേഷം നമുക്കൊരു കൃത്യമായ സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ചെറിയ രീതിയിൽ ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തു വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വർഷത്തെ വൻ വിജയം അല്ലെങ്കിൽ വലിയൊരു വിജയം, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിജയം നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ചെറിയ പെർഫെക്ഷൻ നോക്കണ്ട. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്ത് ജോലിയാണോ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹം ഒരു ബിസിനസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് അതിനുവേണ്ടി ഓരോരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. കൃത്യമായി അന്വേഷിക്കുക, ബിസിനസ്സിനെ പറ്റി കൂടുതൽ പഠിക്കാനും നിങ്ങളുടെ സമയമൊക്കെ അതിനുവേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ആ ഗുരു മൊത്തത്തിൽ ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്ത ഒരു ഗുണപാഠം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നാളെ ചെയ്യാനുള്ള കാര്യം ഇന്ന് തന്നെ ചെയ്യുക. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ നിമിഷം തന്നെ ചെയ്യാനായിട്ട് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ചെറിയ ഒരു ചുവടുവെപ്പ് എടുത്തു വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ നേട്ടം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. നാളെ എന്ന് പറയുന്ന ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ കയ്യിലാണോ? അല്ലല്ലേ. നമുക്ക് സ്വന്തമായിട്ടുള്ളത് ഈ ഒരു സമയം മാത്രമേ ഉള്ളൂ അല്ലേ. നാളെ എന്ന് പറയുന്ന സമയം നമ്മളുടെ കയ്യിലേ അല്ല. നമ്മൾ എത്രയോ പേര് ഈ ലോകം മൊത്തം ഇന്നലെ രാത്രി കിടന്നുറങ്ങിയല്ലേ. എത്രയോ പേര് ഇന്ന് രാവിലെ എഴുന്നേക്കാത്തവരുണ്ട്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ജോലിക്ക് പോയവർ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാരണം അവർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഇരുന്ന എത്രയോ പേരുണ്ടല്ലേ. അപ്പം നമ്മളുടെ കയ്യിലുള്ളതെന്ന് പറയുന്നത് ഈ സമയം മാത്രമാണ് കേട്ടോ. ഇപ്പോൾ ഉള്ള ഈ നിമിഷം നിങ്ങൾ എന്ത് ചെയ്യാനാണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാനിരിക്കുന്ന പ്രവൃത്തി എന്താണോ അതിനുള്ള സ്റ്റെപ്പ് ഇന്ന് തന്നെ എടുത്തു വെക്കണം കേട്ടോ. അപ്പം നാളെ എന്ന വാക്ക് നിങ്ങളുടെ നിഘണ്ടുവിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും, നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം, നമ്മൾക്ക് എപ്പോഴും ഇഷ്ടം എപ്പോഴും നല്ല സുഖമായിട്ടിരിക്കാനും സന്തോഷത്തോടെ, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ട് നല്ല റീൽസൊക്കെ കണ്ട് ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന എത്രയോ പേരുണ്ട്. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക, പാട്ടുകൾ കേട്ട് സമയം കളയുക. നമുക്ക് സമയം കളയാം. നമ്മൾ പ്രവൃത്തി ചെയ്ത് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സമയം കണ്ടെത്തി നമുക്ക് സന്തോഷിക്കാം, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഒരു ടെൻഷൻ വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാതെ എന്തൊക്കെയോ ചിന്തകൾ വരുന്ന സമയത്ത് ഒരു പാട്ട് കേട്ട് നമ്മളുടെ ആ ചിന്തയെ ഒഴിവാക്കാനായിട്ടൊക്കെ ഈ കാര്യങ്ങൾ പറ്റും. പക്ഷേ നമ്മളുടേതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ നമ്മൾ വെറും എൻ്റർടൈൻമെൻറ്റ്സ് മാത്രമായി അല്ലെങ്കിൽ ചിരികളും കളികളും ഒക്കെ ആയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നില്ല. നമ്മളിങ്ങനെ എൻജോയ്
നമ്മളിങ്ങനെ നമ്മുടെ ജീവിതം എൻജോയ്മെന്റിനായിട്ട് മാത്രം അല്ലെങ്കിൽ കിടന്നുറങ്ങുക, ഉറങ്ങി സമയം കളയുക, അങ്ങനെ നമ്മൾ വെറുതെ നമ്മുടെ സമയത്തെ പാഴാക്കല് കേട്ടോ. ഇന്ന് നിങ്ങൾ ചെയ്യാനിരിക്കുന്ന കാര്യം ഈ നിമിഷം തന്നെ ചെയ്യുക. നാളെ തന്നെ നിങ്ങൾ വെച്ചേക്കുന്ന കാര്യം ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക. അതിനുവേണ്ടി ഒരു സ്റ്റെപ്പെങ്കിലും നിങ്ങൾ മുൻപോട്ടെടുത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യത്തെ പറ്റി ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. പല കുട്ടികളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പരീക്ഷ സമയത്ത് പഠിച്ച് എനിക്ക് നല്ല മാർക്ക് വാങ്ങാം, എനിക്ക് ഫുൾ A+ വാങ്ങണം, പക്ഷേ ഞാൻ പരീക്ഷ സമയത്ത് പഠിച്ചോളാം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ് ഞാൻ അവധി കിട്ടുമ്പോൾ അല്ലെങ്കിൽ സ്റ്റഡിയിൽ കിട്ടുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിച്ചോളാം. ചില കുട്ടികളൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൃത്യമായ സമയം എല്ലാ ദിവസവും പഠനത്തിനായിട്ട് മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പരീക്ഷയ്ക്ക് വേണ്ടി നല്ല മാർക്ക് വാങ്ങാനും പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ അത്രയ്ക്ക് ജീനിയസ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ആ ഒരു സമയത്ത് എങ്കിൽ പോലും ആവർത്തിച്ചൊരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുകയും ചെയ്തെങ്കിൽ മാത്രമേ, നമ്മൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഉന്നത വിജയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉന്നത വിജയം നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിപ്പോൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ച് പണം സമ്പാദിക്കണം, നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി ആകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനിരിക്കുന്ന ആ ഒരു കാര്യം എന്താണോ അത് കൃത്യമായി എല്ലാ ദിവസവും കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ആ ഒരു ജോലിക്ക് വേണ്ടി ചെറിയ സ്റ്റെപ്പുകൾ ഇന്ന് തന്നെ എടുത്തു വെക്കുക. നാളെ എന്ന് മാറ്റി വെച്ചേക്കുന്ന ആ ഒരു കാര്യമില്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, അത് ഇന്ന് തന്നെ ചെയ്യണം കേട്ടോ. ഇന്ന് തന്നെ അതിനുവേണ്ടി നിങ്ങൾ ചെറിയൊരു സ്റ്റെപ്പെങ്കിലും എടുത്തു വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ നാളെ എന്നുള്ള വാക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്നും എടുത്തു മാറ്റുക. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിന്നും നാളെ എന്ന ചിന്തയും നാളെ എന്ന വാക്കും നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണോ അതൊക്കെ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക. ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് നല്ലോണം കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. നല്ലോണം കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം ഒക്കെ നമുക്ക് നേടണമെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ കൺസിസ്റ്റൻസി നമുക്ക് പ്രധാനമാണ് കേട്ടോ. നിങ്ങൾ എല്ലാ ദിവസവും ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ഓരോരോ കാര്യങ്ങൾ പയ്യെ പെർഫെക്ഷൻ നോക്കാതെ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുക. ചെറിയ ജോലികളിൽ ഏർപ്പെടുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പയ്യെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരുന്നു കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന മനോഭാവം ഉള്ളിനുള്ളിൽ ഉണർത്തിയെടുക്കുക. എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. ബൈ.